ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയുന്നത് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പിന് പോവുകയാണ്. 100 മൈലുള്ള ഒരു ജേണിയാണിത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നത്, ഒരു റോഡ് ട്രിപ്പ്. അപ്പം ഇനി ബാക്കി വരുന്നത് ഈ റോഡ് ട്രിപ്പിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓ ഗോഡ്, അത് കുറേ ഉണ്ട്. അത് നിയർലി ഐ തിങ്ക് ഒരു 7 മണിക്കൂർ 6 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പോലും ത്രൂ ഔട്ട് നമ്മൾ ഒരിക്കലും ജേണി എടുക്കത്തില്ല. നമ്മൾ ഇടയ്ക്ക് സ്റ്റോപ്പ് ഓവർ കാണും, കഴിക്കാനും ഒക്കെ ആയിട്ട്, റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ 12:20 കേട്ടോ ഇവിടുത്തെ സമയം. ഞാൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തരാം. സമയം കണ്ടോ, 12:20 സമയം. അപ്പോൾ 12:20 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടൈം. നാളെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 4-5 മണിക്കുള്ളിൽ അവിടെ എത്തും എന്നാണ്, വെളുപ്പിനെ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഒരു ത്രൂ ഔട്ട് ജേണിയിൽ കാണിക്കാൻ പോകുന്ന ഈ റോഡ് ട്രിപ്പിനെ പറ്റിയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജേണി അപ്പോൾ സ്റ്റാർട്ടായി കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാപ്പിൽ കാണിക്കുന്നത് 5 hours 18 minutes കാണിക്കുന്നത്. ഞങ്ങൾ ആദ്യം നോക്കിയപ്പോഴേക്കും 6 കാണിക്കുന്നുണ്ട്. 5 hours 18 minutes ആണ്. പിന്നെ എത്ര സമയം പിന്നിട്ട് 1:15 അല്ലേ? 40. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കാണ് ബോർഡ് കാണിക്കുന്നത്. ഇതുവരെ നമ്മൾ വരാത്തപ്പോൾ ഇങ്ങനെ പോകുന്നു. ശരിക്കും നമുക്ക് പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണൊന്ന് ഒത്തു വന്നത് അല്ലേ ഹസ്ബി? നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിച്ചതാണ് ഇങ്ങനെ ഒന്ന് ലോങ് ആയിട്ടൊരു ട്രിപ്പ് പോകണം, അതും നൈറ്റ് റൈഡ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് പോകാൻ പറ്റാഞ്ഞത്. അതുമല്ല ഹസ്ബിക്ക് എപ്പോഴും പറയുമായിരുന്നു എന്നെ കൊണ്ടൊരു നൈറ്റ് ഡ്രൈവിന് പോകണം. ആക്ച്വലി നടക്കുന്നത് അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ത്രില്ലിലെത്തുന്നത് ഓഫ്കോഴ്സ് രാത്രിയാണ്. അങ്ങനെ അധികം ആളുകളൊന്നും വഴിയിലില്ല. പക്ഷെ അതുകൊണ്ടാണ് സമയവും പിന്നെ ഈ ട്രാഫിക്കൊക്കെ സേവ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ്. വളരെ കുറച്ച് നമ്മൾ കൂളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സമ്മേളനമാണ് കേട്ടോ. ഇവരെല്ലാം കൂടി ഈ രാത്രി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. ഇപ്പം എനിക്ക് നമ്മളൊരു 50 ട്രക്കെങ്കിലും കണ്ടു കാണും അല്ലേ ഇത്ര നേരം കൊണ്ട്. അതുപോലെ ട്രക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ നമ്മുടെ പാറ്റയൊക്കെ ഇറങ്ങത്തില്ലേ, അതുപോലെ ഫുള്ള് റോഡിൽ ഇതാണ് കേട്ടോ ഇവന്മാരുടെ വിളയാട്ടം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇവിടെ അടുത്തുള്ള ഒരു സർവീസ് സ്റ്റേഷനിൽ വന്നേക്കുവാണ്. അപ്പൊ ഇപ്പൊ എത്ര സമയമായിട്ടുണ്ട്? ഏകദേശം 1.5 മണിക്കൂർ അല്ലേ? പിന്നെ ദാസബയ്ക്ക് ചെറുതായിട്ടൊരു ഉറക്കം അടിച്ചു. അപ്പൊ അതും കൂടെ ഒന്ന് മാറ്റണം നോക്കി ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ കരുതിയിട്ടുണ്ട്. പക്ഷെ ഹേ ഗായ്സ്, ആദ്യത്തെ ബ്രേക്കിന് പോവാണ് ഞങ്ങളപ്പോൾ. ഒരു കോഫി കുടിക്കാനാണ് പ്ലാൻ. കുടിക്കണമെന്ന് അത്ര വലിയ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് എന്തായാലും ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആകാം എന്നോർക്കും. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ, കുറേ ആളുകൾ, ബസ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ട്രിപ്പിനെ പറ്റി പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഓക്കെ, ഇവിടെ വേറെ കുറേ ബസ്, നമ്മുടെ നാഷണൽ എക്സ്പ്രസ്, നമ്മുടെ ഇവിടുത്തെ KSRTC ആണ്, അതൊക്കെ കിടപ്പുണ്ട്. കേട്ടോ ബർഗർ കിങ്,
KFC എല്ലാം ക്ലോസ് ആയി. ഇനി ഞങ്ങൾ എന്താ പറയുന്നത്, ആ ചെറിയ മിനി സ്റ്റോർ ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഹോട്ട് ഡ്രിങ്ക് മേടിക്കാം. ആ നോക്കണ്ട. കൊള്ളാവോ ഞാൻ ഉണ്ടാക്കിയ കാപ്പി? ഞാൻ ഉണ്ടാക്കിയതല്ലേ, സ്റ്റാർബക്സിന്റെ മെഷീനാന്നേ ഉള്ളു, ഞാൻ ഉണ്ടാക്കിയതാ. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. ഇപ്പൊ ഇവിടെ ആരുമില്ല കേട്ടോ, എല്ലാവരും ഇപ്പൊ പോയി, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. ദാസപ്പി കോഫി കുടിച്ചു, ഞാൻ ചെറിയൊരു സിപ്പ് അടിച്ചു, പിന്നെ കുറച്ച് ചിപ്സ് കഴിച്ചു. എനിക്ക് കോഫി കുടിക്കാനുള്ളൊരു മനസ്സില്ലായിരുന്നു. അപ്പോൾ വണ്ടി കയറട്ടെ. വിശക്കുവാണെങ്കിൽ കഴിക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ പ്രിഫർ പൊതുവേ ചെയ്യുന്നത് ഹോട്ട് ഫുഡാണ്, ഹോട്ടായിട്ടുള്ള ഫുഡ്. അപ്പം നമുക്ക് പെട്രോളും കൂടെ എടുക്കണം. പെട്രോളും അടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പം നമ്മൾ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഇപ്പൊ കാണിക്കുന്നത് 4 മണിക്കൂറും 18 മിനിറ്റുമാണ്. അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ വരുന്നുണ്ട് വഴിയിൽ ഉണ്ട്. പിന്നെ കൂടുതലും നൈറ്റ് ആയതുകൊണ്ട് കൂടുതലും ട്രക്കാണ് ഉള്ളത്. എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട്, പോകുന്നുണ്ട്. അതുകൊണ്ട് നോക്ക്, ഇതെല്ലാം എങ്ങോട്ട് പോകുന്നല്ലേ? ഈ ഹെവി ഗുഡ്സ് ആയിട്ട് ഈ സാധനങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് എക്സ്പോർട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ആയിരിക്കും കൂടുതൽ, ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ ഉള്ള. സമയം ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് 3 മണിക്കൂറും 2 മിനിറ്റും ലെഫ്റ്റ് ആണ് കേട്ടോ. അതുപോലെ ഇപ്പൊ ഇവിടെ സമയം 3:38 രാവിലെ. അതുപോലെ ചെറുതായിട്ട് ഒരു സിംറ്റംസ് അല്ല, സൈൻസ് ഒക്കെ കാണുന്നുണ്ട് ചെറുതായിട്ട് എന്നാണ് വിചാരിക്കുന്നത്. ചെറുതായിട്ടൊരു മടുപ്പൊക്കെ 4 ആകുമ്പോഴേക്കാന്ന് വിചാരിക്കുന്നു. അപ്പതാ സോ ഫാസ്റ്റ്. യെസ്, ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം നീ എന്റെ ചോദിച്ചപ്പോൾ ഞാൻ ഒന്നും കിട്ടിയില്ല. നെഗറ്റീവ് ഉണ്ട്. എന്താണ് നെഗറ്റീവ്? ചായയൊക്കെ കുടിക്കാനാണെങ്കിലും ഒരു വടയും ഒരു പരിപ്പോടയും അച്ഛൻ. നമ്മളിപ്പോ ഈ ദൂരം പോവാൻ നേരെ കാസർഗോഡ് ചെന്നല്ലേ? His tune so light, ocean whispers in the
drums echo where dreams collide. Maputo's glow is where I'll reside. നമ്മൾ അടുത്ത സെക്കൻഡ് സർവീസ് സെന്ററിൽ എത്തി. നല്ല ടയർഡാണ്, നല്ല ക്ഷീണമാണ്, അമ്മയായില്ലേ. എന്തായാലും ഒരു കാപ്പിയോ കുടിച്ചൊന്ന് ഫ്രഷ് ആവണം. ദാസപ്പി നന്നായിട്ട് ടയർഡായി. ഇവിടെ വേറെ ഫുഡ് ഷോപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ കാണത്തുള്ളൂ. ഒരു ബ്രേക്ക് എടുക്കാൻ പോവാണ്. Ocean whispers in the fading night. Distant drums echo where dreams collide. ഞാനെന്തോ ഉറങ്ങിയിട്ട് വന്ന പോലെ. അയ്യോ, പക്ഷെ നല്ല ക്ഷീണം. എനിക്കിനി ഒന്ന് ചെന്ന് കിടന്നിട്ട് ഉറങ്ങൂ 4 അല്ലെങ്കിൽ ഒരു 5 മണിക്കൂർ ഉറങ്ങിയാൽ ഞാൻ ഓക്കെ ആവും. എന്നിട്ട് ഉറങ്ങും. അതാണിപ്പോൾ എൻ്റെ ഒരു പ്ലാൻ. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്ലാൻ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ നേരമൊക്കെ നല്ല പരപരാ വെളുത്തു, വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:17 ഇനി നമ്മുടെ ടൈം കാണിക്കുന്നത് നിയർലി 2 മണിക്കൂറും 15 മിനിറ്റ് അറൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ വന്നപ്പോൾ തന്നെ എന്താണ് പിന്നെ ഒരു കോഫി, ഞാൻ കോഫി കുടിച്ചില്ല, കുറച്ച് 2 അത് ചെന്ന് പിന്നെ സാൻഡ്വിച്ചും കൂടെ കഴിച്ചപ്പോൾ അത്യാവശ്യം എനർജിയൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ആ പെട്രോൾ അടിക്കാൻ വേണ്ടി ഇവിടെ പെട്രോൾ സ്റ്റേഷനിൽ ഒന്ന് കയറിയതാണ്. ദാസപ്പ് ഇവിടെ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് എടുത്താണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ഉണ്ട്, ബൈ ചാൻസ് എങ്ങാനും ഒരു ഇഷ്യൂ വന്നാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പിന്നെയും അടിക്കാൻ. പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഈ ട്രിപ്പ് ഇത്രയും ഒരു ഇതാവുന്നു. പക്ഷെ അതിന് തിരിച്ചു വരുന്നത് ഞങ്ങൾ ഇനിയിപ്പോൾ ഇതേ സമയം തന്നെ വരാൻ നോക്കും. വലിയ പ്രശ്നങ്ങളൊന്നും, ട്രാഫിക്കോ ഇഷ്യൂസോ ഇല്ലാതെ സ്മൂത്തായിട്ട് നമുക്ക് പെട്ടെന്ന് വരാൻ സംതിങ് പറഞ്ഞത്. പക്ഷേ നൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഹസിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല, സ്മൂത്തായിട്ട് വരാൻ പറ്റി. അതുകൊണ്ട് ഇത്ര അവേഴ്സിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വരാൻ പറ്റി. അപ്പം തിരിച്ചു പോകുന്നതും എന്തായാലും ഇതേ സമയം തന്നെ പോകാൻ ഞങ്ങൾ ഇപ്പം ഓർക്കുന്നത്. പിന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം, ഞാൻ പറയുന്ന കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവരും തന്നെ നയിക്കും. പിന്നെ എല്ലാവർക്കും ഈ സമ്മറിൽ എൻ്റെ പ്ലാൻസൊക്കെ ആരെങ്കിലും ഇവിടെയൊക്കെ ഹോളിഡേയ്സ് ബുക്ക് ചെയ്തോ എന്താണ്? ഞങ്ങൾ വേറെ കുറച്ച് പ്ലാനുണ്ട്, അത് ഞാൻ ഇപ്പം പറയുന്നില്ല, ഇനി വരുന്നത് ഞാൻ വിചാരിക്കുന്നു. ബാക്കി അവിടെ ചെന്നിട്ടുള്ള പ്ലാൻ എന്താണ്? ഇപ്പം അവിടെ ഒരു കുറച്ച് ദിവസം സ്റ്റേ ചെയ്യാനാണ് ഞങ്ങൾ. ഓക്കെ, Ocean whispers in the fading night. Distant drums echo where dreams collide. Maputo's glow is where I'll reside. Feel the breeze, it carries time so slow. Golden skies reflect the earth below. Underneath the stars our hearts will show. Soft marimba plays its tune so light. Ocean whispers in the fading night. Distant drums echo where dreams. Soft marimba plays its tune so light. Ocean whispers in the fading night. Distant drums echo where dreams collide. നാട്ടിലെ റോഡ് പോലെ ഫീൽ ചെയ്യുവാണ്. നോർത്ത് ഇന്ത്യൻ സൈഡ് തോന്നുന്നു. അതുപോലെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ നൈറ്റ് വന്നപ്പോഴത്തേക്ക് പോകുമ്പോഴേക്കും മാനിനെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ബൈ ചാൻസിൽ ഒരു മാൻ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട് ആരെങ്കിലും തട്ടി ആ മാനിൻ്റെ ഇറച്ചി വണ്ടി തട്ടി ആ
the skies reflect the earth below. Underneath the stars our hearts will show. ഇവിടുത്തെ വീടുകൾ കേട്ടോ. Soft marimba plays its tune so light. Ocean whispers distant drums echo where dreams collide. Portals close. കുറച്ച് നേരമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു വണ്ടി ഷൂട്ട് ചെയ്യണമെന്ന് വെക്കുവാണ് കേട്ടോ. എനിക്കത് കിട്ടിയത് കാറ് കൊണ്ടുപോകുന്ന വണ്ടി കണ്ടോ. 4 കാറുണ്ടായിരുന്നു ആ വണ്ടി. ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് ഇതുവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടി. 70 മൈൽ കൂടെ ഉള്ളൂ. സോ വി ഗോയിങ് ടു ബി നിയർലി ദാറ്റ്. പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ അവിടെ വെച്ചിട്ട് ബസ്സുമാണ് നല്ല ഭയങ്കര വൃത്തി. പുറമേ കാണുമ്പോൾ ഭയങ്കര വൃത്തിയുള്ള നല്ല അല്ല. ഇവിടെ സൈഡിൽ കണ്ടില്ലേ വീഡിയോ, അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളുടെ കുറച്ചുകൂടെ അകത്തോട്ടത്തേക്കിന് ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മലയും കാടും ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ. കുറച്ചും കൂടെ ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് കുറച്ച് ഇങ്ങനെ വ്യാപിച്ചൊക്കെ പിന്നെ അറിയാം ഇനിയിപ്പോൾ അവരുടെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാം അവിടെ എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഈ പോകുന്ന വഴി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ആക്ച്വലി നല്ല ഉറക്കം വന്നു. എനിക്ക് 2 പേർക്കും നല്ല ഉറക്കം വന്നു. പിന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാര്യം തീർന്നില്ലേ, അതുകൊണ്ട് വർത്താനം പോവാണ്. ഇനിയിപ്പോൾ അധികം സമയമില്ല. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല. പിന്നെ ഞാൻ എണീക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ നിന്നില്ല. ഇനി 1 മണിക്കൂർ 12 മിനിറ്റ്. അപ്പം ചെന്നുടനെ മാത്രമേ ഉള്ളൂ ഇപ്പം എനിക്ക് പ്ലാൻ. ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മൾ കഴിച്ചു. അതുകൊണ്ട് ചെല്ലുക, ഒന്ന് ഫ്രഷ് ആവുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ റെസ്റ്റ് മാത്രം. ഗായ്സ്, അങ്ങനെ നമ്മളെ തപ്പി നടന്ന് നമ്മുടെ ഡവടിക്കുകയാണ്. ആ ബോർഡൊന്ന് കണ്ടപ്പോഴേക്കും വലിയ മോശമാണ് കേട്ടോ. ഇത്രയും നേരം ട്രാവൽ ചെയ്ത് വന്ന് അവസാനം ബോട്ടിലിവിടെ എത്തിയേക്കുവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 33 മിനിറ്റ് കൂടെ ഉണ്ട് വീട്ടിലോട്ട്. കുഴപ്പമില്ല, ഡവൻ എത്തിയല്ലോ. In half a mile, at junction 27, take the A361 exit to Tiverton, Barnstable. മനസ്സിലായോ? Distant drums echo where dreams collide. ആ പറഞ്ഞ ഭയങ്കര Maputo's glow is where I'll reside. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ഡെവൻ എത്തിയേക്കുവാണ്. ഇനി ഇതും കൂടെ ഉള്ളൂ നമ്മുടെ ലൊക്കേഷനിൽ എത്താൻ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്താൻ വേണ്ടി കൊതിച്ച് ഇവിടെ ഇരിക്കുകയാണ്. ഈ സ്ഥലം ഒന്നും പറയാനില്ല കേട്ടോ. ഞങ്ങൾ താമസിക്കുന്നിടത്ത് അവിടെ ഇതുപോലെ ഹില്ലും ഇതുപോലെ ഇവിടുത്തെ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നും. പേഴ്സണലി ഈ ഗ്രീനറിയും മരങ്ങളും ഒക്കെ ഇഷ്ടമുള്ള ഒരാളും കൂടാണ്. അവരായിട്ട് ഇഷ്ടപ്പെട്ടു. താമസിപ്പിക്കോ? ഇഷ്ടപ്പെട്ടോ? Soft marimba plays its tune so light. Ocean whispers in the fading night. Soft marimba plays its tune so light. Ocean whispers in the fading.
ഫൈനലി എത്തിയേക്കുവാണ് ആഫ്റ്റർ 6 hours ഓഫ് ഡ്രൈവിംഗ്. ഓ മൈ ഗോഡ്. അയ്യോ, ഫൈനലി ഫൈനലി ഫൈനലി. നല്ല ഏരിയ. ഇതൊരു പ്രോപ്പർ ഇംഗ്ലീഷുകാരുടെ സ്ഥലമാണ്. അതിൻ്റെതായ Turn right to stay on Churchill Crescent, then turn left to stay on Churchill Crescent. ഒരു ബ്യൂട്ടി ഇവിടെ കാണാനുണ്ട് കേട്ടോ. പ്രോപ്പർ ഇംഗ്ലീഷ്. ഗൈസ്, അങ്ങനെ അവസാനം ഫൈനലി ഞങ്ങളുടെ 6.5 മണിക്കൂറത്തെ ഫസ്റ്റ് റോഡ് ട്രിപ്പ് സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾ ലൊക്കേഷനിലെത്തി. ഇതാണ്ട് ആ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. എക്സൈറ്റഡ് ആയിരുന്നു ത്രൂ ഔട്ട് ദ, കാരണം ഫസ്റ്റ് ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ എന്തായാലും ഇങ്ങനൊരു ജേർണി ചെയ്തതുകൊണ്ട് ഇനിയും ഫ്യൂച്ചറിൽ ജേർണി ചെയ്യാൻ നമ്മൾ റെഡിയാണ് അല്ലേ? അപ്പം ഞങ്ങളുടെ ലൈഫിൽ ഫസ്റ്റ് ചെയ്ത റോഡ് ട്രിപ്പാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇനിയും വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതുമായിരിക്കും അതിൻ്റെയൊക്കെ. അപ്പം ബാക്കി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വേറൊരു വ്ളോഗുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം. അതുവരേക്കും ബൈ.